നമ്മുടെ നാടിന്റെ മൈത്രി നശിപ്പിക്കുവാൻ രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങൾ പോലും കൈയടക്കിക്കൊണ്ട് ഒരു കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അവരാദ്യം കൈവെക്കുന്നത് നമ്മുടെ ഭൂതകാലത്തിലാണ്. ഭൂതകാലത്തിന്റെ നന്മകളെ ധരിച്ചുകൊണ്ട് അവരിവിടെ വിത്തിട്ട് വളർത്തുന്ന വെറുപ്പിനെ, തിന്മയെ അവർക്ക് തഴച്ചു വളർത്താൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഭൂതകാലത്തിന്റെ നന്മകളെ ഓർത്തെടുക്കുക, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക, അത് ബോധ്യപ്പെടുത്തുക എന്നത് നമ്മുടെ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന, ഐക്യം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ്. ജാതി മേധാവിത്വം അതിന്റെ എല്ലാ ദംഷ്ടകളും പുറത്തെടുത്തുകൊണ്ട് വിളയാടിയിരുന്ന ഒരു കാലത്താണ് ശ്രീനാരായണ ഗുരു ക്ഷേത്രമതിലിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് എഴുതി വെച്ചത്. ഗുരുവിന്റെ അധ്യാപനങ്ങൾ ഓർമ്മിക്കുന്നത് നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഇപ്പോൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ അതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഗുരുവിന്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന ചിലർ കേരളത്തിൽ പടർത്തിവിടുന്ന വെറുപ്പിന്റെ കോലാഹലങ്ങൾ, അതിന്റെ അലകൾ ഒതുങ്ങാത്ത ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഗുരുവിന്റെ അപരപ്രിയം എന്ന ദർശനം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒന്നാണ്.